നമസ്കാരം. റാഫ്റ്റർ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. അൽ നസർ ഇന്ന് ഫ്രണ്ട്ലി മത്സരം കളിക്കുന്നത് ഫ്രഞ്ച് ക്ലബ്ബായിട്ടുള്ള ടൊളൂസക്കെതിരെയാണ്. ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 9 മണിക്കാണ് മത്സരം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. ഈ മത്സരത്തിൽ സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോയും അതുപോലെ പുതിയ സൈനിങ് ആയിട്ടുള്ള ജാവോ ഫെലിക്സും കളിക്കുമോ എന്നുള്ളതാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. കഴിഞ്ഞ ഫ്രണ്ട്ലി മത്സരത്തിൽ ക്രിസ്ത്യാനോ കളിച്ചിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹം ടീമിനോടൊപ്പം ജോയിൻ ചെയ്തിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അദ്ദേഹം ടീമിനോടൊപ്പം ജോയിൻ ചെയ്തു, ട്രെയിനിങ്ങിൽ സജീവമായി പങ്കെടുത്തു, മികച്ച രീതിയിൽ നിൽക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ഇന്ന് കളിക്കുമോ എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം അദ്ദേഹം കളിക്കുമെന്നാണ് റിയാദൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. അതേസമയം അവിടുത്തെ കണ്ടീഷൻസ് വെച്ചുകൊണ്ട് അദ്ദേഹം കളിക്കണമോ എന്ന കാര്യത്തിൽ ചില സംശയങ്ങളുണ്ട് എന്നും മറ്റു ചില സോഴ്സുകളും പറയും. നമ്മൾ വിശദമായിട്ട് കാര്യങ്ങൾ നോക്കുകയാണ്. ജാവോ ഫെലിക്സിന്റെ കാര്യത്തിൽ റിയാദിയുടെ റിപ്പോർട്ട്, ജാവോ ഫെലിക്സ് ഈസ് എക്സ്പെക്ടഡ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ടുഡേസ് മാച്ച് അഗൈൻസ്റ്റ് ടൊലൂസെ. ഇന്നത്തെ മത്സരത്തിൽ ജാവോ ഫെലിക്സ് കളിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അതുപോലെ തന്നെ ക്രിസ്ത്യാനോ റൊണാൾഡോ ഈസ് എക്സ്പെക്ടഡ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ടുഡേസ് മാച്ച് അഗൈൻസ്റ്റ് ടൊലൂസെ എന്ന റിയാദിയ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും ക്രിസ്ത്യാനോ കളിക്കുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത് ടൊളൂസക്കെതിരെ. പക്ഷേ അവിടുത്തെ പ്ലേയിങ് കണ്ടീഷൻ അത്ര ഐഡിയൽ അല്ല. സോ ഓർഗെ ജീസസ് എന്ത് തീരുമാനിക്കുമെന്നുള്ളത് കണ്ടറിയണം എന്ന് ചില സൗദി അറേബ്യൻ സോഴ്സുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിന്റെ കാരണം നമുക്കറിയാം, ആ സാൽസ്ബർഗ് റീജിയനിൽ കനത്ത മഴയാണ്. അതുകൊണ്ട് തന്നെ അൽ നസർ അവരുടെ ട്രെയിനിങ് ക്യാമ്പ് കട്ട് ഷോട്ട് ചെയ്യുകയാണ്. ഇന്ന് കളി കഴിഞ്ഞാൽ അവർ പിന്നീട് പോർച്ചുഗലിലേക്ക് പോകാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു. അതായത് അവിടെ അങ്ങനെ ട്രെയിനിങ് ക്യാമ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരവിടെ വിട്ട് പോവുകയാണ്. അപ്പോൾ അതിന് മുന്നോടിയായിട്ടാണ് ഈ ഒരു മത്സരം. സോ പ്ലേയിങ് കണ്ടീഷൻ എങ്ങനെയാണ് എന്നതനുസരിച്ചിരിക്കും ക്രിസ്ത്യാനോയുടെ പാർട്ടിസിപ്പേഷൻ. കാരണം പരിക്കോ മറ്റോ ഒക്കെ പറ്റുന്ന രൂപത്തിലുള്ള ഒരു പ്ലേയിങ് കണ്ടീഷൻ ആണെങ്കിൽ പിന്നെ അദ്ദേഹത്തെ 40 വയസ്സ് കഴിഞ്ഞ താരത്തെ റിസ്കിലേക്ക് തള്ളിവിടുന്നതിൽ അർത്ഥമില്ല. അതുകൊണ്ട് തന്നെ ഓർഗെ ജീസസ് ഒരു ഫൈനൽ ഡിസിഷൻ എടുക്കും. നിലവിൽ ലഭ്യമാവുന്ന വിവരപ്രകാരം ക്രിസ്ത്യാനോ കളിക്കുമെന്ന് തന്നെയാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.